നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം ഒരു സാങ്കല്പിക കഥയല്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വന്ന ഒരു ഭാര്യയുടെ അനുഭവ കഥയാണ്. ഞാനിത് ഇവിടെ ഷെയർ ചെയ്യുന്നത് അവരുടെ അനുവാദത്തോടു കൂടിയാണ്. ഞാൻ അവരോട് ചോദിച്ചിരുന്നു, ഈ കാര്യം ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ വീഡിയോകളിൽ പറയുന്നതിന് കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ പേര്, ജോലി ചെയ്യുന്ന സ്ഥലം, ബാക്കി കാര്യങ്ങളെല്ലാം തെറ്റിച്ചേ പറയാവൂ, ഇല്ലെങ്കിൽ അതെൻ്റെ സോഷ്യൽ ലൈഫിനെ കൂടി ബാധിക്കും, കുടുംബജീവിതം ഓൾറെഡി തകർന്ന അവസ്ഥയിലാണല്ലോ എന്ന്. പക്ഷേ ഇത് പറയുന്നതിന് കുഴപ്പമില്ല, കാരണം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ഒരു ഉപകാരമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഈ വിഷയം ഈ വീഡിയോയിൽ ഇവിടെ പറയാമെന്ന് ഉദ്ദേശിച്ചത്. മാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ 90% കുടുംബങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നാണക്കേടും അപമാന ഭീതിയും മൂലം ആരും പുറത്തു പറയാൻ തയ്യാറാവാതെ, എല്ലാം ഉള്ളിലൊതുക്കി, ഒന്നും ആരോടും തുറന്നു പറഞ്ഞ് ഒന്ന് സങ്കടം പങ്കിടാൻ പോലും വയ്യാതെ എല്ലാ വികാരങ്ങളും ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് നമ്മുടെ ചുറ്റിലുള്ള ഏറിയ പങ്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഞാനിത് പറയുമ്പോൾ തന്നെ ഈ വിഷയം എത്രത്തോളം വിമർശന വിധേയമായാലും ഇത് തുറന്നു പറഞ്ഞേ മതിയാവൂ എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അതാണ് ഈ വിഷയത്തിന് ആധാരം. എന്ന് വെച്ചാൽ, കഴിഞ്ഞ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. അവരുടെ പ്രശ്നം എന്തായിരുന്നു എന്നറിയാമോ? അവരുടെ ഭർത്താവ് അവരെ തീരെ കാര്യമായി ഗൗനിക്കുന്നില്ല, അവരെ തീരെ ശ്രദ്ധിക്കുന്നില്ല, അവരുടെ ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല, അവരുടെ വികാര വിചാരങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല, അവരെ തീരെ മൈൻഡ് ചെയ്യുന്നേയില്ല എന്നുള്ളതായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇമോഷണലി, ഫിസിക്കലി പോലും അവരെ പരിഗണിക്കുന്നേയില്ല എന്നുള്ളതായിരുന്നു. എന്തിനധികം പറയുന്നു, അവരുടെ ഫിസിക്കൽ നീഡ്സിന് പോലും യാതൊരു വിലയും കൊടുക്കുന്നില്ല. പകരം മറ്റൊരു സ്ത്രീയുമായി അയാൾക്ക് മറ്റൊരു അഫെയർ ഉണ്ട്. അയാൾ മിക്കപ്പോഴും അവരുടെ കൂടെയായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയുടെ അടുത്ത് വരാറുണ്ടായിരുന്നുള്ളൂ. അതും ധാരാളം മദ്യം കഴിച്ചിട്ടാണ് വരിക. ചില ദിവസങ്ങളിൽ അയാൾക്കുണ്ടായിരുന്ന ആ അഫെയറിലുള്ള സ്ത്രീയെ ഫ്രണ്ട് എന്ന് പരിചയപ്പെടുത്തി സ്വന്തം വീട്ടിൽ കൊണ്ടുവരിക പോലും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ സ്ത്രീക്ക് യാതൊരു തരത്തിലുള്ള ഇമോഷൻ ലീഡും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതിൽ എന്നെ അതിശയിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ സ്ത്രീ ഇത്രയൊക്കെ ആയിട്ടും സ്വന്തം ഭർത്താവിനെ അത്രയധികം സ്നേഹിക്കുകയും ഒരുപാട് റൊമാൻസും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുകൂടിയുള്ളതാണ്. മാത്രവുമല്ല, ഇതിനൊക്കെയായി അവർ സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ ഒരുപാട് കെഞ്ചിയിരുന്നു, യാചിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇനിയിപ്പോൾ അയാൾക്ക് വേറൊരു സ്ത്രീയുമായ ഒരു അഫെയർ ഉണ്ടായിരുന്നാൽ പോലും എന്നെ കൂടി ഒന്ന് പരിഗണിച്ചാൽ എന്താണ് കുഴപ്പം, ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. എന്നിട്ടും അയാൾ ഇത്രയധികം ചെയ്തിട്ടും എനിക്ക് നിന്നെ വേണ്ട, നീ നിന്റെ പാട് നോക്കിപ്പോ എന്ന് പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള മനസ്സ് ആ പാവ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാനിതൊക്കെ ഇവിടെ പറയുമ്പോൾ പുരുഷ കേസരിമാരായിട്ടുള്ള ആരും എന്നോട് ദേഷ്യപ്പെടേണ്ട കേട്ടോ. ഇതിനേക്കാൾ നികൃഷ്ടരായ സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് വിസ്മരിച്ചുകൊണ്ടല്ല ഞാനിത് ഇവിടെ പറയുന്നത്. മറിച്ച് ഈ സംഭവം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്ത ഒരു സംഭവമായിരുന്നുകൊണ്ടാണ്. ശരിക്കും ഈ ഒരു കേസിൽ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. കാരണം ആ സ്ത്രീ പറയുന്നത് മാത്രമല്ലേ ഞാൻ കേട്ടിരുന്നുള്ളൂ. അതിൽ ഭർത്താവിൻ്റെ വെർഷൻ എന്താണ് എന്ന് കേൾക്കാനുള്ള യാതൊരു മാർഗവും എൻ്റെ മുമ്പിൽ ഇല്ലായിരുന്നുവല്ലോ. കാരണം ഭാര്യയും ഭർത്താവും കൂടി ഫാമിലി തെറാപ്പിക്കല്ലല്ലോ എൻ്റെ അടുത്ത് വന്നത്, അവർ സ്വയമല്ലേ വന്നിരുന്നത്. എന്ന് വെച്ച് അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഒറ്റ കാര്യമാണ്, മാഡം, നിങ്ങളുടെ ഭർത്താവിനെ തിരുത്താൻ, മാറ്റാൻ എനിക്കോ നിങ്ങൾക്കോ യാതൊരു കാരണവശാലും സാധിക്കുകയില്ലല്ലോ. അതിന് അയാൾ തന്നെയല്ലേ വിചാരിക്കേണ്ടത്. അപ്പോൾ പിന്നെ പകരം എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ് എന്ന് തിരിച്ചറിയണം. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായി എന്താണ് വേണ്ടത്? സന്തോഷമായും സമാധാനമായും കഴിയണം. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതല്ലേ. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, തീർച്ചയായും അതെ സാറെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ്. നിങ്ങൾക്ക് ഹാപ്പിയായി ജീവിക്കണം, സമാധാനം വേണം, ഉറങ്ങാൻ സാധിക്കണം. ഇതൊക്കെയല്ലേ ആദ്യം നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം അതിനു വേണ്ടി ശ്രമിക്കുക. ബാക്കിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, ബാക്കി പ്രപഞ്ചശക്തിക്ക് വിടുക എന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. കൂടാതെ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് കൂടി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതായത് ബിസിനസ്സിൽ ഒരു തിയറി ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഡോണ്ട് ബെഗ് ഇൻസ്റ്റഡ് യു ക്രിയേറ്റ് ഡിമാൻഡ്. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങൂ, ഈ ഒരു പ്രൊഡക്റ്റ് ദയവ് ചെയ്ത് വാങ്ങൂ പ്ലീസ് എന്ന് പറഞ്ഞ് ബെഗ് ചെയ്ത് ആരുടെയും പുറകെ പോകാതിരിക്കുക.
കാരണം അങ്ങനെ ചെയ്താൽ ആരും ആ പ്രൊഡക്റ്റ് വാങ്ങില്ല എന്നുള്ളതാണ്. അതിനു പകരം നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം അന്വേഷിച്ച് നമ്മൾ 1-2 കടകളിൽ ചെന്നു. പക്ഷേ അതിവിടെ ഇല്ല കേട്ടോ, അത് തീർന്നു പോയിരിക്കുന്നു എന്ന മറുപടി കടക്കാരൻ പറയുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വാങ്ങാൻ കെഞ്ചി പുറകെ നടന്നാൽ അതിന് ആവശ്യക്കാരുണ്ടാവില്ല, പകരം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യക്കാരേറെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതൊരു ബിസിനസ് തിയറിയാണ്. പക്ഷേ ഈ തിയറി നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, നാളെ മുതൽ നിങ്ങൾ മറ്റുള്ള എല്ലാ കാര്യം വിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ എന്ന്. അതൊക്കെ പറയുന്ന കൂടുതൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അവസാനമായി ബ്യൂട്ടി പാർലറിൽ പോയത് എന്നായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപാണ് സാർ. ഞാനിപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി അണിഞ്ഞൊരുങ്ങിയിട്ട് ആരെ കാണിക്കാനാണ്? കാണേണ്ടയാൾ അത് തിരിഞ്ഞു നോക്കാറേ ഇല്ലല്ലോ എന്ന്. എൻ്റെ ഭർത്താവ് എൻ്റെ നേരെ ഒന്ന് നോക്കിയിട്ട് പോലും എത്ര കാലമായി എന്നറിയാമോ എന്ന്. പിന്നെ ആരെ കാണിക്കാനാണ് ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി അണിഞ്ഞൊരുങ്ങേണ്ടത് എന്ന്. ഭർത്താവല്ലാതെ എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടുമില്ല എന്ന്. പിന്നെന്തിനാണ് ഞാൻ പോകേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് മറുപടി പറഞ്ഞു, നിങ്ങൾ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയെ തൽക്കാലം മാറ്റി നിർത്തൂ. നിങ്ങൾ നാളെ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ബ്യൂട്ടി പാർലറിൽ പോയി നിങ്ങളുടെ ഭംഗിയൊന്നൊക്കെ ഒന്ന് കൂട്ടി എല്ലാം ഒന്ന് ശരിയാക്കിയെടുക്കുക. അത് അദ്ദേഹത്തെ കാണിക്കാനോ മറ്റാരെയും കാണിക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് കരുതി ഒന്ന് പോകൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ സൗന്ദര്യത്തിലും നിങ്ങളുടെ വസ്ത്രത്തിലും നിങ്ങളുടെ ശരീരത്തിലൊക്കെ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ തന്നെ സ്വയം ഒന്ന് ആസ്വദിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം കൂടുകയും ചെയ്യും. അങ്ങനെ ആ രീതിയിൽ നിങ്ങളെ തന്നെ ഒന്ന് പരിഗണിച്ചേ എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇനി നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ പോലും നല്ല ഡ്രസ്സൊക്കെ ധരിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും അവർ എന്നോട് ചോദിച്ചു, ഞാൻ ആരെ കാണിക്കാനാണ് വീട്ടിൽ പോലും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കേണ്ടത് എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അയാളെ കാണിക്കാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ മറ്റാരെയും കാണിക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷവും സമാധാനവും ഒരു സുഖവും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് എന്ന്. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ അവരുടെ ജോലിക്കും ചെറിയ പ്രശ്നമുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഭർത്താവിൻ്റെ ഈ പ്രശ്നവും അവരുടെ ഈ വിഷമവും ഡിപ്രഷനും ഒക്കെ കാരണം ജോലിയിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാതെ അവിടെയും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ ടാർഗറ്റ് ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി അത്യാവശ്യമാണ്. അതുകൊണ്ട് 100% നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യണമെന്ന്. അങ്ങനെ 100% ഫോക്കസ്ഡായി നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ ജോലി ആദ്യം നിങ്ങൾ സേഫ് ആക്കണം എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതും അയാൾക്ക് വേണ്ടിയോ മറ്റാർക്കോ വേണ്ടിയാണെന്ന് വിചാരിക്കേണ്ട. ഇറ്റ്സ് ഓൺലി ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് എപ്പോഴും മനസ്സിലുണ്ടാവണമെന്നും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. സ്വന്തം ഡ്രസ്സിങ്ങിലൊക്കെ വളരെ മാറ്റം വരുത്തി. നല്ല വെൽ ഡ്രസ്ഡായി സന്തോഷത്തോടെ ഓഫീസിലേക്കൊക്കെ പോയി തുടങ്ങി. വളരെ പ്രൊഡക്റ്റീവായി ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങി. മാത്രവുമല്ല അവർ ഇങ്ങനെ അവരുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ, സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഹസ്ബൻഡിൻ്റെ കാര്യം അവർക്കൊരു പ്രശ്നമല്ലാതായി മാറി. അവരുടെ ഹസ്ബൻഡിനെ മെല്ലെ നെഗ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ അവരെ തന്നെ വല്ലാതെ സ്നേഹിച്ചു തുടങ്ങി. അതിൽ മാത്രം ഫോക്കസ്ഡ് ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഹസ്ബൻഡ് വീട്ടിൽ വരുമ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കും, ചെറിയ ബഹുമാനമൊക്കെ കൊടുക്കും, വളരെ അത്യാവശ്യം മാത്രം പരിഗണിക്കും, അത്ര തന്നെ. പക്ഷേ പണ്ടത്തെ പോലെ പരാതി പറയാനോ കരയാനോ എന്നെ സ്നേഹിക്കണമെന്ന് യാചിക്കാനോ പോകാതെയായി. എൻ്റെ കൂടെ റിലേഷൻഷിപ്പ് ചെയ്യണം, എന്താ മറ്റവരുടെ കൂടത്തിൽ പോകുന്നത്, എന്നെ കൂടെ സ്നേഹിക്കൂ എന്നൊന്നും പറഞ്ഞ് പുറകെ നടക്കാതെയായി. അങ്ങനെ പോയി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവർ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ആ മെസ്സേജിൽ പറഞ്ഞത് വേറൊന്നുമല്ല, സാർ എന്നെ ഈ മാസത്തെ ബെസ്റ്റ് എംപ്ലോയി അവാർഡിന് തെരഞ്ഞെടുത്തു എന്നുള്ളതായിരുന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോലും സാധ്യതയുണ്ടായിരുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലെത്തിയിരുന്ന ആളായിരുന്നു എന്ന് ഓർക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഷീ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ഹെയർ ജോബ് എന്നുള്ളതായിരുന്നു.
അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ പ്ലസൻ്റായി നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ അയാൾ അന്താളിച്ചു പോയി എന്നാണ് പറഞ്ഞത്. സാധാരണ വളരെ മോശമായി അശ്രദ്ധമായി ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു ഉന്മേഷവുമൊന്നുമില്ലാതെ കരിഞ്ഞുണങ്ങിയ പോലെ നിന്നിരുന്ന ഒരു ഭാര്യയായിരുന്നല്ലോ അയാൾ കണ്ടിരുന്നത്. അപ്പോൾ മെല്ലെ മെല്ലെ അയാൾ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇവൾക്കിതെന്ത് പറ്റി, ഇവളിപ്പോൾ കൂടുതൽ സുന്ദരിയും സന്തോഷവതിയുമായിരിക്കുന്നല്ലോ എന്ന് അയാൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവണം. മാത്രവുമല്ല, പരാതിയും കണ്ണീരും യാചനയുമായി അവളിപ്പോൾ പുറകെ വരാറുമില്ല, സ്നേഹത്തിനായി യാചിക്കുന്നില്ല, മറ്റേ സ്ത്രീയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിനായി കെഞ്ചുന്നില്ല, അയാളെ കൂടുതലായി മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. ഇതെന്തായിരിക്കും ഇവൾക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം? ഇനിയിപ്പോൾ ഇവൾക്ക് ഏതെങ്കിലും വേറെ അഫെയർ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അയാൾ സംശയിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അയാളോടൊപ്പം തന്നെ അവരുടെ കുട്ടികളും അവളിലെ ഈ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങി. അതോടുകൂടി ആ വീട്ടിലെ അന്തരീക്ഷം മൊത്തത്തിൽ മാറാൻ തുടങ്ങി എന്നുള്ളതാണ്. അവൾ കൂടുതൽ സന്തോഷവതിയായപ്പോൾ മക്കളും അവളോട് കൂടുതൽ അടുത്തു തുടങ്ങി. അപ്പോൾ തീർച്ചയായും മെല്ലെ മെല്ലെ അയാൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നതായി അയാൾക്ക് തോന്നിത്തുടങ്ങി. അങ്ങനെ അയാളെ അവർ പൂർണ്ണമായും നെഗ്ലക്റ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ ആ സ്ത്രീക്ക് ഡിമാൻഡ് കൂടി തുടങ്ങി എന്നുള്ളതാണ്. അയാളുടെ പുറകെ പരാതിയുമായി നടക്കാൻ അവൾക്ക് തീരെ സമയമില്ലാതായപ്പോൾ അയാൾക്കൊരു ശൂന്യത അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും അവൾക്കായി അവിടെ ഡിമാൻഡ്. അങ്ങനെ കുടുംബത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു തുടങ്ങിയപ്പോൾ അയാൾക്ക് മനസ്സിലായി കാലിനടിയിലെ മണ്ണ് മെല്ലെ മെല്ലെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോൾ അവിടെ എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെയും ഒന്ന് പരിഗണിക്കൂ, എന്നെയും ഒന്ന് സ്നേഹിക്കൂ എന്ന് സ്നേഹത്തിനായി യാചിച്ച് പുറകെ നടന്നിരുന്നവൾ സ്വയം സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ, അവളിലേക്ക് സ്വയം ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതം സ്വയം മാറി മറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഗുണപാഠം. നമ്മൾ നമ്മളുടെ ജോലി, നമ്മളുടെ ശരീരം, നമ്മളുടെ ഫുഡ്, നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ ഡ്രസ്സിങ്ങുകൾ, നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം എന്നിവയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം സ്വയം മാറി തുടങ്ങുന്നു എന്നുള്ളതാണ്. എല്ലാം നമുക്ക് അനുകൂലമായി മാറി തുടങ്ങും എന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സെൽഫ് ലവ് നമ്മളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതും മാത്രമല്ല, ഞാൻ ഇനി പറയാൻ പോകുന്നത് എപ്പോഴും മനസ്സിൽ ഓർമ്മിച്ചു വെച്ചുകൊള്ളൂ. ഒരിക്കലും ആരുടെയും മുൻപിൽ സ്നേഹത്തിനായി യാചിക്കരുത്. അത് നിങ്ങളുടെ വില സ്വയം ഇടിച്ചു കളയും എന്നുള്ളതാണ്. പകരം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മൂല്യം ഇരട്ടിക്കും. നിങ്ങളുടെ ചുറ്റിനുമുള്ള ലോകം സ്വയം മാറി തുടങ്ങും എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് അങ്ങനെ സ്വയം സ്നേഹിച്ചു തുടങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.